ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഡൈ ക്രാഫ്റ്റിന് ആദ്യം വേണ്ടത് ക്രാഫ്റ്റിംഗ് കമ്പിയാണ് വേണ്ടിയത്. ഗോൾഡൻ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സിൽവർ ആണെങ്കിലും കുഴപ്പമില്ല. അതൊരു കട്ടിക്ക് നമ്മൾ കറക്കി ഒരു ആൾ രൂപത്തിന് പറ്റിയൊരു കുരിശ് പോലത്തെ ഒരാകൃതിയിലാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഫോയിലിംഗ് ഷീറ്റാണ് വേണ്ടത്. ഫോയിലിംഗ് ഷീറ്റിനെ നമുക്ക് കറക്കി അതൊന്ന് കവർ ചെയ്ത് ഒരു തല കണക്കെയും ശരീരം, കൈ, അതേപോലെ വയറിൻ്റെ ഭാഗമൊക്കെ കണക്കെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളിത് ഫോയിലിംഗ് ഷീറ്റ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്ത് ആവശ്യത്തിന് എടുക്കുക. കൈ 2 ഉണ്ട്. മുകളിൽ തലയുടെ ഭാഗത്തായിട്ട് കുറച്ച് കൂർമ്മിച്ച് മുകളിലോട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ മടക്കി വെക്കുന്നത് വയറ് കുറച്ചൊന്ന് തള്ളിയിരിക്കുന്ന കണക്കെ ഒന്നിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് വെച്ചെല്ലാം സെറ്റാക്കി എടുക്കണം. ഫോയിലിംഗ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നാലും നമ്മളത് ഫില്ല് ചെയ്യുക കേട്ടോ. ഫോയിലിംഗ് ഷീറ്റ് ആയതുകൊണ്ട് നമ്മുടെ കണക്കിന് അതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം. പെർഫെക്റ്റ് സംഭവമൊന്നുമല്ല കേട്ടോ, എന്നാലും നമുക്ക് ഹോം ഡെക്കറിന് പറ്റിയൊരു ഡൈ ക്രാഫ്റ്റാണിത്. ക്ലേ ഇതിനകത്തൊക്കെ ചെറിയ രീതിയിലേ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡൈ ക്രാഫ്റ്റാണ്, ഞാൻ പറഞ്ഞു ആദ്യം മുതലേ. നമുക്കിതിന് വേണ്ടിയത് ഫോയിലിംഗ് ഷീറ്റ്, ഇതുപോലത്തെ ഗോൾഡൻ ക്രാഫ്റ്റിംഗ് കമ്പി, പിന്നെ ഫെവിക്കോള്, അതേപോലെ ക്ലേ കുറച്ചളവിൽ, പിന്നെ ഒരു 20 രൂപയുടെ നമ്മുടെ ബോട്ടിലുണ്ടല്ലോ സ്പ്രൈറ്റിൻ്റെയൊക്കെ, ആ ഒരു കുഞ്ഞു ബോട്ടിൽ, ആരെങ്കിലും കളഞ്ഞതായാലും മതിയല്ലോ, അങ്ങനത്തെ ഒരു ബോട്ടിലും വേണം. അതിനുശേഷം നമുക്ക് വേണ്ടിയത് ഫോയിലിങ്ങിൻ്റെ തന്നെ ടേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ടേപ്പ് വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് എടുക്കണം. അപ്പം കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് സംഭവം ഇരുന്നോളും, സെറ്റാവും. അതിനുശേഷം ഞാൻ പറഞ്ഞ ആ സ്പ്രൈറ്റിൻ്റെ ബോട്ടിലെടുക്കണം. അതിൻ്റെ മുകൾ ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം തന്നെ എല്ലാവർക്കും കത്തി കാണും എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത് കിടിലമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡൈ ക്രാഫ്റ്റിന് വേണ്ടി ഈ ബോട്ടിലെടുത്ത് ഇതിനകത്ത് വെച്ച് ആ ഫോയിലിങ്ങിൻ്റെ ടേപ്പ് തന്നെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഉള്ളിൽ ഞാൻ കുറച്ച് ഫെവിക്കോളൂടെ പുരട്ടി കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയേ. അതങ്ങനെ അപ്പോൾ നമ്മളൊന്ന് ഉറപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഉറപ്പിച്ചപ്പം അതിന് ശേഷം നമ്മളിനി ക്ലേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലേ നമുക്ക് കുറച്ച് അളവേ മതിയാവും കേട്ടോ. തലയും കിരീടം ആ ഒരു ഇത് മാത്രമേ, കിരീടം പോലെ വെച്ചിരിക്കുന്നിടത്ത് മാത്രമേ ഞാൻ ക്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത്ര ഒരളവിൽ മാത്രം മതിയാകും. അതിന് ശേഷം നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതൊന്ന് വെള്ളം വെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് സ്മൂത്തും ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്കൊരു ട്യൂബ് കണക്കെ ആക്കി വെക്കണം. ഒരു കുഞ്ഞു ട്യൂബ് കണക്കെ അത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ഒരു കാർഡ്ബോർഡ് എടുത്ത് ഒരു കുഞ്ഞു വട്ടം കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു വട്ടം മതി ആദ്യം കേട്ടോ. നമ്മൾ രണ്ടാമത് ഒരു കാർഡ്ബോർഡ് വട്ടത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ കിരീടത്തിനടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരുവിധം കത്തി കാണും. അപ്പോൾ അതിന് ശേഷം ആ വട്ടത്തിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് ട്യൂബ് ആദ്യം റെഡിയാക്കി വെച്ചിരുന്നതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ അകത്തായിട്ടും ട്യൂബ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്യൂബ് ആണെങ്കിൽ കിരീടം പോലെ നമ്മൾ തലയിൽ വെച്ചിരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുറേ ട്യൂബുകൾ ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട്, കിരീടത്തിന് മുകളിലായിട്ട് പൊട്ടു കണക്കെ ഒരു ചെറിയ സംഭവം, ഒരു കൂർമ്മനയുള്ളത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു റൗണ്ട് കട്ട് ചെയ്യുന്നത് മറ്റേ ആദ്യം കട്ട് ചെയ്ത വട്ടത്തിനേക്കാട്ടിലും വലിയൊരു വട്ടം കട്ട് ചെയ്യാം. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക അടിയിൽ ക്ലേയുമായിട്ട് കവർ ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കത്തി കാണും. അപ്പോൾ താടിയുടെ ഭാഗത്ത് ഉള്ളത് നമുക്ക് കാർഡ്ബോർഡ് വെച്ചാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അളവ് വെച്ച്
കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ക്ലേ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്ലേ ഒക്കെ ഒട്ടിച്ച് കൊടുത്ത് അതൊരുവിധം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് അടുത്തത് കുഞ്ഞൊരു മൂക്കാണ് വേണ്ടിയത്. അപ്പം മൂക്ക് നമ്മളതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിച്ച് കൊടുത്തിട്ട് വെള്ളം തൊട്ട് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കിനി കൈയാണ്. കൈ ഓരോ ആകൃതി ഇരിക്കുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കുകയാണ്. എനിക്ക് എളുപ്പവഴിയെന്ന് തോന്നിയ ഓരോ ആകൃതിയിലാണ് ഞാൻ കൈ ആക്കിയെടുക്കുന്നത്. അപ്പം ഡാൻസിൻ്റെ കഥകളിയുടെ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആകൃതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എൻ്റേതായ എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആകൃതിയിൽ ഞാനങ്ങ് ആക്കിയെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം കൈയൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്കിനിയും മുകൾ ഭാഗത്തെ തുണിയാണ് കവർ ചെയ്യേണ്ടത്. അതിന് ഞാനൊരു റെഡാണ് എടുത്തിരിക്കുന്നത്. ഈ റെഡ് തുണിയെ ആണല്ലോ സാധാരണ നമ്മൾ കഥകളി കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് ഭാഗത്തിന് റെഡ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കയ്യിലും നമുക്ക് ഈ റെഡ് തുണി തന്നെ ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് കയ്യിലും ഇങ്ങനെ കവർ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിനിയും താഴോട്ടുള്ള ഭാഗമുണ്ടല്ലോ നമ്മൾ കൊട്ട പോലെ ഇരിക്കുന്നത്, ആ ഭാഗം വൈറ്റ് കോട്ടൺ തുണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്ത് സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ റോപ്പ് വെച്ച് അവിടെ ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. കവർ ചെയ്തെടുത്തിട്ട് അടുത്ത കോട്ടൺ തുണി നമ്മളെടുത്തിരിക്കുന്നത് കഴുത്തേക്ക് കൂടി ഇടുന്നൊരു തുണി ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, സ്റ്റോൾ പോലെ ഇടുന്നത് ആ സംഭവമില്ലേ, അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ കോട്ടൺ തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് സാധാരണ കളേഴ്സൊക്കെ ഓരോന്ന് കാണാറുണ്ട് കെട്ടി വെച്ചിരിക്കുന്നതായിട്ട്. അപ്പോൾ ആ ഒരു കെട്ടിടാൻ വേണ്ടി ഞാൻ എംബ്രോയ്ഡറി നൂലാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വളഞ്ഞു കിടക്കണമല്ലോ കഴുത്തെ കൂടെ തൂങ്ങി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുരുക്കി വെക്കുന്നത്. അതിനുശേഷം കോട്ടൺ തുണിയും ഒരു ഗോൾഡൻ റോപ്പ് കൂടെ എടുത്ത് നമ്മൾ കഴുത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് കൈയുടെ അറ്റത്തായിട്ട് ഒരു ഗോൾഡൻ ലേസ് വെച്ച് കൊടുക്കാം. അതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എംബ്രോയ്ഡറി നൂല് പച്ച കളറും കൊണ്ട് അതിൻ്റെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. സാധാരണ കൈയുടെ ഭാഗത്തൊക്കെ നമ്മൾ കളേഴ്സ് കാണാറുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പം അതൊന്ന് രണ്ട് കൈക്കും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലേസ് വെച്ച് തന്നെ താഴ്ഭാഗം ആ കോട്ടൺ തുണിയുടെ താഴ്ഭാഗം ഒന്ന് കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അറ്റം ഒന്ന് ഒട്ടിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ വെച്ച് നമുക്ക് ഒരു മാലയൊക്കെ കിടക്കുന്ന കണക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ആദ്യമേ എടുത്ത ഗോൾഡൻ റോപ്പ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയും നമ്മുടെ ഏകദേശം സെറ്റായി. ഇനി നമുക്ക് ഫേസിൻ്റെ കാര്യം കൂടെ ഉള്ളൂ. അപ്പോൾ ആദ്യം അതിനുവേണ്ടി നമ്മൾ ഗോൾഡൻ കളറാണ് കിരീടത്തിന് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മളൊരു പച്ച കളർ എടുത്തിട്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിട്ടിട്ട് ഇടവിട്ട് നമ്മളത് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കിരീടത്തിന്. ഏകദേശം എല്ലാം സെറ്റായപ്പോൾ ഒരുവിധം കിടിലൻ ലുക്കല്ലേ. ഇനിയും പച്ച കളറോട് അടിച്ച് ഫേസ് റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടേത് സൂപ്പറാവും കേട്ടോ. അടിപൊളി ഹോം ഡെക്കറിങ് ഐറ്റമാണ്, ആരും ചെയ്യാതിരിക്കരുത്, എല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പറാണ്, എളുപ്പവുമാണ്. അപ്പോൾ നമ്മളിനി ബോഡി കളറാണ് എടുത്തിരിക്കുന്നത്. ബോഡി കളർ എടുത്ത് നമുക്ക് കൈക്ക് രണ്ടിനും മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അത് രണ്ടും നമ്മളൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. സിമ്പിളാണ്. താഴ്ഭാഗം നമ്മുടെ കുപ്പി വെച്ച് കറക്റ്റ് അളവിന് വെട്ടിക്കൊടുത്താൽ മതിയാകും. നേരെ ഇരിക്കും, വെയിറ്റും കറക്റ്റാണ്, നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പേടി വേണ്ട, ഒരിക്കലും പൊട്ടിപ്പോകും അങ്ങനെയൊന്നും പേടി വേണ്ട കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരിടത്ത് പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ പരിപാടി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പണി ഇതാണല്ലോ, അപ്പോൾ അത് നമ്മുടെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈക്ക് ഈ ബോഡി കളറൊന്ന് അടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് ഫേസിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ കയറി വരാൻ പോകുന്നത്. അതുകൂടെ ആകുമ്പോൾ നമ്മളൊരുവിധം ഫിനിഷ് ആവും. അപ്പം
ബാക്കി ഭാഗത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫേസിലോട്ട് കിടക്കാം. ഫേസിൽ ആദ്യം വേണ്ടിയതൊരു ലൈറ്റ് പച്ചയാണല്ലോ അത്. അപ്പോൾ ആ ലൈറ്റ് പച്ചയ്ക്ക് വേണ്ടി ഞാൻ പച്ചയും വൈറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കി. അതിനുശേഷം താഴ്ഭാഗത്തിന് വൈറ്റ് കളറ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിട്ടിട്ട് കണ്ണിൻ്റെ ഭാഗം അറിയാമല്ലോ, അതിൻ്റെ പോകുന്നത് പുരികം ഇങ്ങനെ ചെവിയുടെ ആ നെറ്റിയുടെ അവിടോട്ട് കയറിയാണല്ലോ വരയ്ക്കുന്നത്. ആ രീതി വരയ്ക്കുന്നു. മൂക്കിനകത്ത് 2 തുളയൊക്കെ കറുത്ത മഷിയും കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടിട്ട് അതിനുശേഷം നമ്മൾ ലിപ്പ് വരയ്ക്കണം. അപ്പോൾ ലിപ്പിൻ്റെ അറ്റത്തായിട്ട് 2 റൗണ്ടില്ലേ, അതും വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കഥകളി. വലിയ പെർഫെക്റ്റ് കഥകളി ഒന്നുമല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.